ഹലോ, ഞാൻ അഖിലയാണ് കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമ്മുടെ ബോൾസം ചെടി. അതുപോലെ എല്ലാവർക്കും കംപ്ലയിൻസ് ഉള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ബോൾസം ചെടി. ചില ആൾക്കാർക്ക് പ്ലാന്റ് ഭയങ്കര ഗ്രോത്തിൽ വരും, പക്ഷേ ഫ്ലവേഴ്സ് വരില്ല. അവിടെ ഇവിടെ മാത്രം 1-2 ഫ്ലവേഴ്സൊക്കെ വരത്തുള്ളൂ, പക്ഷേ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വരും. അപ്പോൾ അതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളൊരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പോട്ടിംഗ് മിക്സ് മസ്റ്റായിട്ട് നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കണം. ഒരുപാട് പോട്ടിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബോൾസം ചെടിയുടെ പോട്ടിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ലതുപോലെ വളരുകയും ചെയ്യും, അതുപോലെ തന്നെ ഫ്ലവേഴ്സും ആവും. ഇപ്പോൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ബോൾസം ചെടി പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവുമേ. അതിനു മുമ്പേ എല്ലാവർക്കും ഞാൻ നല്ലൊരു അപ്ഡേറ്റാണ്. നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിലുണ്ട് ഇപ്പോഴും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സീഡ്ലിങ്സ് ആണ് വന്നിരിക്കുന്നത്, അതായത് തൈകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഫ്ലവറിങ് പ്ലാന്റ് ആണ് എൻക്വയറി നടത്തുന്നത്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ ഫ്ലവറിങ് പ്ലാന്റ് എത്തുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരാം. ഇപ്പം ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ്, അതായത് തൈകളാണ് ഉള്ളത്. 10 കളറിൻ്റെയും 15 കളറിൻ്റെയും കോംബോയാണ് ഉള്ളത് കേട്ടോ. 10 കളറിന് 1100, 15 കളറിന് 1650 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാന്റ്സ് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് അതിനകത്ത് കൊടുക്കണം, അതായത് നമ്മുടെ ബോൾസം ചെടിക്കകത്ത് കൊടുക്കേണ്ട ടിപ്പ്, അതായത് വളം എന്താണെന്ന് നോക്കിയാലോ. കുറച്ച് ഉലുവ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് ഞാൻ ജസ്റ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾക്കറിയാലോ നല്ലതുപോലെ ഫ്ലവേഴ്സ് വരുന്നൊരു ഐറ്റമാണ്. മിക്സിയിലിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതായത് പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമുക്കൊരു പഴയ ഒരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്തോട്ട് 1 സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇടുമ്പോൾ 1 സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ ഉലുവ കുതിർത്ത വെള്ളത്തിൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അടച്ച് ഒരു 2-3 ദിവസം ഒന്ന് പുളിപ്പിക്കുന്ന സമയത്ത്, ഇതിന് പുളിച്ച് കിട്ടുന്ന സമയത്ത്, അത് മീൻസ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ പ്ലാന്റ് നേർപ്പിക്കണം. കാരണം അറിയാമല്ലോ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. അപ്പം നല്ലതുപോലെ പ്ലാന്റിനകത്ത് കൊടുക്കുമ്പോൾ ഇത് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് ഈവനിങ് സമയത്താണ് ഞാൻ മെയിനായിട്ട് ഈ വളങ്ങൾ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത്. അപ്പം ഈവനിങ് സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതുപോലെ നമ്മളുടെ പ്ലാന്റ്സിന് ഈ ഒരു വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ വെറുതെ ഒഴിച്ചു എങ്ങനെ ആയാലും പ്രശ്നമില്ല. നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്തിൽ വരും, അതുപോലെ തന്നെ നല്ലതുപോലെ ഫ്ലവേഴ്സും ആവും. നമുക്കറിയാമല്ലോ ഇപ്പം ഈ ബോൾസം ചെടിയുടെ ഹൈബ്രിഡൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റൊക്കെ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വരാനും ഫ്ലവേഴ്സ് ആവാനും സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്പാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ.